നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളം പിടിക്കാൻ കോൺഗ്രസ് 3 MP-മാർക്ക് മത്സരിക്കാൻ ഇളവ്. കെ സുധാകരനും MK രാഘവനും അടൂർ പ്രകാശും മത്സരിച്ചേക്കും. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ LDF-ലേക്ക് ക്ഷണിച്ച് ജോസ് കെ മാണി. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കം. LDF-ന്റെ വികസന മുന്നേറ്റ യാത്ര തുടരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ കേരളത്തിൽ. തിരുവല്ലയിൽ ഗുണ്ടാപിരിവ് നൽകാൻ വിസമ്മതിച്ച സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു. പ്രതി സുബിൻ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. ഒളിവിലുള്ള 3 പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതം. പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി. സ്പായിൽ നിന്ന് 25,000 രൂപ തട്ടിയെടുത്തുവെന്നും പരാതി. തിരുവനന്തപുരത്ത് കാറിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ നടൻ മണിയമ്പിള്ള രാജുവിന് ജാമ്യം. കാർ കസ്റ്റഡിയിലെടുത്തു. വൈദ്യപരിശോധനാ ഫലം കാത്ത് പോലീസ്. നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്ത്. സൂരജ് ലാമ മരിച്ചെന്ന സ്ഥിരീകരണം. കളമശ്ശേരിയിൽ കണ്ടെത്തിയത് ലാമയുടെ മൃതദേഹം. DNA പരിശോധനാ ഫലം പുറത്ത്. കാത്തിരിപ്പ് അവസാനിച്ചെന്ന് മകൻ സാൻഡൻ ലാമ. അമേരിക്ക ഇറാൻ നിർണായക ചർച്ച ഒമാനിൽ. മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് ഗൾഫ് രാജ്യങ്ങൾ. ആണവ കരാറുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ നീക്കാനും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനും ചർച്ചകൾ സഹായിക്കുമെന്ന് വിലയിരുത്തൽ. ഇറാനിലെ അമേരിക്കൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി അമേരിക്ക. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൽ 6ാം കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ. ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ഇന്ത്യൻ ടീമിൽ മാറ്റമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ 3 MP-മാർ മത്സര രംഗത്തേക്ക്. കണ്ണൂരിൽ കെ സുധാകരനും കോഴിക്കോട് നോർത്തിൽ MK രാഘവനും കോന്നിയിൽ അടൂർ പ്രകാശും മത്സരിച്ചേക്കും. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ 2 ദിവസത്തിനകം പ്രഖ്യാപനമുണ്ടാവും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ നേരത്തെ ആരംഭിച്ച കോൺഗ്രസിൽ MP-മാരെ മത്സരിപ്പിക്കുന്നതിലാണ് തീരുമാനമാകാതിരുന്നത്. എന്നാൽ MP-മാർ മത്സര രംഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. അതിനാൽ തന്നെ കെ സുധാകരൻ MP കണ്ണൂരിലും MK രാഘവൻ MP കോഴിക്കോട് നോർത്തും അടൂർ പ്രകാശ് MP കോന്നിയിലും മത്സരിക്കും. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റേതാണെന്നും വിജയസാധ്യതയാണ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡമെന്നും UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് പ്രതികരിച്ചു. അങ്ങനെ ഒരു തീരുമാനം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുത്തിട്ടില്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് അങ്ങനെ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അവര് ഒരു തീരുമാനം എടുക്കാതെ ഇക്കാര്യത്തെ കുറിച്ച് പ്രതികരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്താണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് വന്നതിന് ശേഷമാണെങ്കിൽ ഞാൻ പ്രതികരിക്കാം. പഠനത്തിലൂടെ ആരൊക്കെയാണ് അതിന് പറ്റുന്ന ആളുകൾ എന്ന് നടത്തിയതിന് ശേഷം മാത്രമാണ് അതേക്കുറിച്ചൊരു തീരുമാനം കൈക്കൊള്ളത്തുള്ളൂ. അത് എൻ്റെ അഭിപ്രായം എന്നുള്ളത് മാത്രമല്ല, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കേണ്ട തീരുമാനത്തിന് പകരമായി ഒരു തീരുമാനം UDF കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ പറ്റില്ല. അതേസമയം ഏതാനും ദിവസങ്ങൾക്കകം മത്സരരംഗത്തുള്ളവരുടെ കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാകും. മുതിർന്ന നേതാക്കളും യുവത്വവും ഒരുമിച്ച് ജയസാധ്യത മാത്രമുള്ള സ്ഥാനാർത്ഥി നിരയുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ LDF-ലേക്ക് ക്ഷണിച്ച് ജോസ് കെ മാണി. ജോസഫ് ഗ്രൂപ്പിന് UDF-ൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ LDF-ലേക്ക് വരാം. അവർക്ക് സംരക്ഷണം ഒരുക്കും. അത് അവരുടെ തീരുമാനമാണ്. കേരള കോൺഗ്രസ് രക്തത്തിന്റെ ഭാഗമാണ് അവരും. ഒരു തവണ അവരെ തറവാട്ടിലേക്ക് കൂട്ടിച്ചേർത്തിരുന്നു. ഇത്തവണ തറവാട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല. ജോസഫ് ഗ്രൂപ്പിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് അറിയാമെന്നും ജോസ് കെ മാണി പറഞ്ഞു. അത്രയും കിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് ചർച്ച വരെ നീണ്ടുപോവുകയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അതിർത്തി ഉണ്ടെന്ന് പറയുന്നത് മുന്നണി വിടുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നു. അങ്ങനെയാണെങ്കിൽ അവരെ LDF-ലേക്ക് സ്വാഗതം ചെയ്യും. ഞാൻ അതിനകത്ത് ഇപ്പം അവർക്ക് വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു രക്തത്തിൻ്റെ ഭാവമാണ് അവരും. അപ്പോൾ പണ്ടൊന്ന് നമ്മുടെ തറവാട്ടിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്തിരുന്നു. അതിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചു. അതൊക്കെ പക്ഷേ അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് സംരക്ഷണം കൊടുക്കാം. തറവാട്ടിലേക്കല്ല, നമുക്ക് സംരക്ഷണം കൊടുക്കാം. ഇത് പറയുമ്പോൾ ചിലപ്പം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ അവർ പറഞ്ഞിരിക്കും. അപ്പോൾ അവരുടെ തീരുമാനമാണ്. ഏതൊക്കെയാലും അവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ചു. LDF-ലേക്ക്
CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥ തുടരുകയാണ്. ഇന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ജാഥയുടെ ആദ്യ സ്വീകരണം മുക്കത്ത് നടക്കും. കേരളം കഴിഞ്ഞ 10 വർഷം നേടിയ വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനും പൊതുജനങ്ങളുമായി വികസന കാഴ്ചപ്പാടുകൾ സംവദിക്കുന്നതിനുമാണ് വികസന മുന്നേറ്റ ജാഥ നടത്തുന്നത്. നാടൻ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ മുക്കം PC ജംഗ്ഷനിൽ നിന്ന് ജാഥ ക്യാപ്റ്റനെയും അംഗങ്ങളെയും തുറന്ന വാഹനത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലേക്ക് ആനയിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ഇന്ന് വൈകിട്ട് 4 മണിക്ക് കാസർഗോഡ് കുമ്പളയിൽ നിന്ന് തുടക്കമാവും. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പുതുയുഗ യാത്ര ഉദ്ഘാടനം ചെയ്യും. സർക്കാരിന്റെ ഭരണപരാജയങ്ങളും ജനദ്രോഹ നടപടികളുമടക്കം യാത്രയിലൂടെ തുറന്നുകാട്ടും. ശബരിമല സ്വർണ്ണക്കൊള്ള, പയ്യന്നൂരിലെ CPM ഫണ്ട് വിവാദം, TP വധക്കേസിലെ പ്രതികൾക്ക് തുടർച്ചയായി പരോൾ അനുവദിക്കുന്ന നടപടികൾ തുടങ്ങിയവ പുതുയുഗ യാത്രയിലൂടെ സർക്കാരിന് എതിരെയുള്ള പ്രചരണ വിഷയമായി മാറും. കാസർഗോഡ് ജില്ലയിൽ ഇന്നും നാളെയുമായി പുതുയുഗ യാത്ര പ്രയാണം ചെയ്യും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ കേരളത്തിൽ. ഇന്നും നാളെയും എറണാകുളം, തൃശൂർ ജില്ലകളിലെ വിവിധ പരിപാടികളിൽ ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കും. നെടുമ്പാശ്ശേരി താജ് ഹോട്ടലിൽ 2 മണിക്ക് നടക്കുന്ന BJP കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം അദ്ദേഹം അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിലേക്ക് എത്തും. എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ 6000-ഓളം വരുന്ന ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗത്തെ നിതിൻ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. വൈകിട്ട് 5 മണിക്ക് പാലാരിവട്ടത്ത് നടക്കുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലും തുടർന്ന് നടക്കുന്ന NDA യോഗത്തിലും നിതിൻ പങ്കെടുക്കും. രാത്രിയിൽ RSS പ്രാന്ത കാര്യാലയത്തിലും സന്ദർശനം നടത്തും. പത്തനംതിട്ട തിരുവല്ലയിൽ ഗുണ്ടാപ്പിരിവ് നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു. കാപ്പ കേസ് പ്രതിയായ മരണ സുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറും മറ്റ് 5 പേരും ചേർന്നാണ് ക്രൂരകൃത്യം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് സുബിൻ ഉൾപ്പെടെ 3 പേരെ പോലീസ് പിടികൂടി. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്ന് അറിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മായ, ഫെബ്രുവരി 1-ാം തീയതിയാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം തിരുവല്ലയിൽ നടക്കുന്നത്. ഈ സ്പാ കേന്ദ്രീകരിച്ചും ഈ തിരുവല്ലയിലെ മിക്ക കടകളിലും ഈ ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ട് ഈ മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറും കൂട്ടാളികളുമാണ് ഈ സ്പായിലെത്തിയത്. ഇവർ സ്ഥിരമായി ഈ ഭാഗത്തൊക്കെ ഗുണ്ടാപ്പിരിവ് നടത്തുന്ന ആൾക്കാരാണെന്ന് പറയുന്നത്. മാത്രമല്ല, ഇവർ കാപ്പ കേസിൽ അകത്തായിട്ടുള്ള ആൾക്കാരാണ്. ഇവരെ കാപ്പ കേസ് ചുമത്തിയിട്ടുള്ള ആൾക്കാരാണ്. ഇവരും ഈ മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറും മറ്റ് 5 പേരും ചേർന്നാണ് തിരുവല്ലയിലെ സ്പായിലെത്തി ഈ ജീവനക്കാരിയെ മർദ്ദിക്കുകയും ശേഷം ബലാത്സംഗം ചെയ്യുകയും ചെയ്തത്. നേരത്തെ നിരന്തരം ഈ സ്പായിലെത്തി ഇവർ പണം ചോദിക്കുമായിരുന്നു. എന്നാൽ ഇത് നൽകാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഈ ഫെബ്രുവരി 1-ാം തീയതിയും എത്തി 50,000 രൂപ ആവശ്യപ്പെടുകയും അത് നൽകാൻ തയ്യാറാകാത്തതോടെ ഈ ജീവനക്കാരിയെ മർദ്ദിക്കുകയും തുടർന്ന് അകത്തെ മുറിയിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നത്. ഈ കേസിൽ 6 പ്രതികളാണുള്ളത്. ഇവർ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യ സമയത്ത് ഈ ജീവനക്കാർ ഈ പ്രതികളെ ഭയന്ന് കേസ് നൽകാനോ പരാതി നൽകാനോ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് ഈ പ്രത്യേക ഈ ഇന്റലിജൻസ് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പോലീസ് തന്നെ ഇടപെട്ട് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്. തുടർന്നാണ് ഈ മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറെയും മറ്റ് 2 പേരെയും അറസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ 3 പേരെ പിടികൂടാനുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മായ, കണ്ണൻ ദേവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മറ്റു വാർത്തയിലേക്ക്. ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിൽ കാറിടിച്ച സംഭവത്തിൽ നടൻ മണിയമ്പിള്ള രാജുവിന് ജാമ്യം. സ്റ്റേഷനിൽ ഹാജരായ നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. അപകടമുണ്ടാക്കിയ മണിയമ്പിള്ള രാജു ഓടിച്ച വോൾവോ കാർ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം യുവാക്കളുടെ ബൈക്ക് തന്റെ വാഹനത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നുവെന്നാണ് മണിയമ്പിള്ള രാജുവിന്റെ വാദം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. രാവിലെ 9:30യോടുകൂടി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായ മണിയൻപിള്ള രാജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും അപകടം നടന്ന സ്ഥലത്തെത്തി നടന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തതിനു ശേഷമാണ് ജാമ്യത്തിൽ വിട്ടയച്ചത്. അപകടമുണ്ടാക്കിയ മണിയൻപിള്ള രാജു ഓടിച്ച വോൾവോ കാർ കണ്ടെത്തി. ടെന്നീസ് ക്ലബിന്റെ പിന്നിൽ നിന്നാണ് മണിയൻപിള്ള രാജുവിന്റെ കാർ കണ്ടെത്തിയത്. മണിയൻപിള്ള രാജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വാഹനം കണ്ടെത്തിയത്. താനൊരു ക്യാൻസർ രോഗിയാണെന്നും യുവാക്കളുടെ വാഹനം തന്റെ കാറിൽ വന്നിടിക്കുകയായിരുന്നുവെന്നും മണിയൻപിള്ള രാജു പറഞ്ഞു. ഞാൻ ഇടിച്ചിട്ട് അങ്ങനെ നിർത്താതെ പോകുന്നതല്ല. എന്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു.
സ്പീഡിൽ വന്നിട്ട് ഞാൻ ട്രിവാൻഡ്രം ക്ലബിന്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെയല്ലേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് CCTV കാണാം. ഞാൻ ക്രോസ് ചെയ്ത് ഒരു എന്തോ ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡന്റ് ആണ് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ പെർപ്ലക്സ്ഡായി. ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞു ഒരു ആക്സിഡന്റ് നടന്നിട്ട് പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അറേഞ്ച് ചെയ്യണം, എനിക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു രാവിലെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. വയ്യാത്ത ആളാണ്. ക്യാൻസർ പേഷ്യന്റ് ഇപ്പൊ ചിക്കൻ കുനിയെ അടിച്ചാൽ നിൽക്കുന്നത് നിങ്ങൾക്ക് പകരില്ല, പേടിക്കണ്ട, കൊതു അടിച്ചാലേ പരത്തുള്ളൂ. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ നിവേദ് കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരാൾ കിംസ് ആശുപത്രിയിലും മറ്റൊരാൾ മെഡിസിറ്റി ആശുപത്രിയിലും ചികിത്സയിലാണ്. തങ്ങളുടെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ച് മണിയൻപിള്ള രാജുവിന്റെ വാഹനം നിർത്താതെ പോയെന്നായിരുന്നു യുവാക്കളുടെ മൊഴി. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അപകടം നടന്ന 12 മണിക്കൂറിന് ശേഷമാണ് മണിയൻപിള്ള രാജുവിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അപകടത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്നാണ് ആരോപണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം ആഴ്ചയിൽ 5 ദിവസമാക്കുന്നത് തത്വത്തിൽ അംഗീകരിച്ച് സർവീസ് സംഘടനകൾ. പ്രവൃത്തി സമയം കൂട്ടുന്ന കാര്യം അംഗീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, ഈ സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം ആഴ്ചയിൽ 5 ദിവസമാക്കുന്നത് അംഗീകരിച്ചിരിക്കുകയാണ് സർവീസ് സംഘടനകൾ. ഇനിയിപ്പോൾ സർക്കാർ പറയണം സർക്കാരിൻ്റെ അഭിപ്രായം. അത് ഏത് വിധത്തിലായിരിക്കും? തിരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരികയാണ്. എന്താവാനാണ് സാധ്യത? തീർച്ചയായും അത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഒരു നീക്കം എന്ന് തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെ പ്രതിപക്ഷമൊക്കെ തന്നെ ശക്തമായ ആരോപണം ഒക്കെ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും രാവിലെയാണ് ചീഫ് സെക്രട്ടറിയാണ് ഈ സർവീസ് സംഘടനയുടെ പ്രതിനിധികളുമായി ഓൺലൈനിൽ യോഗം ചേരുകയായിരുന്നു. രാവിലെ 10 മണിയോടുകൂടി ഈ യോഗം സമാപിച്ച ശേഷമാണ് ഇപ്പോൾ വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. അതായത് തത്വത്തിൽ എല്ലാ സർവീസ് സംഘടനകളിൽ നിന്നും ഓരോ പ്രതിനിധികൾ വീതം യോഗത്തിൽ പങ്കെടുത്തിരുന്നു. തത്വത്തിൽ ഇത് സർവീസ് സംഘടനകൾ അംഗീകരിച്ചിരിക്കുന്നു. അതായത് പ്രവൃത്തി ദിവസം ശനിയാഴ്ച ചുരുക്കുക, 5 ദിവസം, ആഴ്ചയിൽ 5 ദിവസം മാത്രമാക്കി പ്രവൃത്തി ദിനം ചുരുക്കുക എന്നത് ഏറെക്കാലമായി ഇവരുടെ ആവശ്യമാണ്. അത് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശയിലും ഉണ്ടായിരുന്നു, ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശയിലും ഈ ആവശ്യമുണ്ടായിരുന്നു. ഈ ആവശ്യത്തെ പരിഗണിക്കുന്നതാണ് സർക്കാർ നൽകുന്ന വാദം. പക്ഷേ സർവീസ് സംഘടനകൾ ഏറെ ആവശ്യപ്പെട്ടിരുന്നൊരു ആവശ്യം തന്നെയായിരുന്നു. ഇതിപ്പോൾ തത്വത്തിൽ സർവീസ് സംഘടനകൾ അംഗീകരിച്ചിട്ടുണ്ട്. അതേസമയം പ്രവൃത്തി സമയം കൂട്ടുന്ന കാര്യവും ഏറെക്കുറെ അവർ അംഗീകരിച്ചിരിക്കുകയാണ്. പക്ഷേ അതേ കാഷ്വൽ ലീവോ അല്ലെങ്കിൽ മറ്റ് പൊതു അവധികളിലോ ഒന്നും കയറി പിടിക്കാൻ പാടില്ല. അതൊരിക്കലും അവധി വെട്ടിച്ചുരുക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് സർവീസ് സംഘടന അറിയിച്ചിട്ടുണ്ട്. അതേസമയം ആഴ്ചയിൽ 5 ദിവസമാക്കുന്നത് സർവീസ് സംഘടന അംഗീകരിച്ചിരിക്കുന്ന തത്വത്തിൽ. ഒപ്പം തന്നെ പ്രവൃത്തിയുടെ സമയം കൂട്ടുന്ന കാര്യവും അവർ അംഗീകരിച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ ഔദ്യോഗികമായ തീരുമാനം എടുക്കേണ്ടത് സർക്കാർ തലത്തിലാണ്. മന്ത്രിസഭയിലൊക്കെ തന്നെ ഈ ശുപാർശ വരും. ഇത് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഈ യോഗത്തിന്റെ വിശദാംശങ്ങളൊക്കെയും സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കും. അതിനുശേഷം ക്യാബിനറ്റ് ചേർന്നായിരിക്കും ഇതിൽ അന്തിമമായ ഒരു തീരുമാനമാവുകയും ഉത്തരവ് രൂപേണ പുറത്തു വരികയൊക്കെ ചെയ്യും. ഒപ്പം തന്നെ ആരോഗ്യ മേഖലയുടെ, അതായത് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ അവധിയുമായി ബന്ധപ്പെട്ടത് പ്രത്യേക വിഷയമായി പരിഗണിക്കണമെന്ന നിർദ്ദേശമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് എന്ന് ഇതിനോടകം തന്നെ പ്രതിപക്ഷമൊക്കെ തന്നെ വളരെ ശക്തമായ വിമർശനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പിന് മുന്നോടി സർക്കാർ ജീവനക്കാരെ എല്ലാ അർത്ഥത്തിലും പരിപോഷിപ്പിക്കുക, എല്ലാ അർത്ഥത്തിലും ചേർത്ത് നിൽക്കുന്നതിനുള്ള ഒരു തീരുമാനമായി കൂടി തന്നെയും ഇതിനെ വ്യാഖ്യാനിക്കാം. മായ, ശരി. അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം ആഴ്ചയിൽ 5 ദിവസമാക്കുന്നതും അതുപോലെ തന്നെ പ്രവർത്തന സമയം കൂട്ടുന്നതും സംബന്ധിച്ച് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് സർവീസ് സംഘടനകൾ. ഇനിയിപ്പോൾ എന്താണ് സർക്കാർ പറയുക എന്ന് കാത്തിരിക്കാം. വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് ഇത് പ്രാവർത്തികമാകാനാണ് സാധ്യതയെന്ന് അൺഫ്ലിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് കാണാതായ കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമ മരിച്ചെന്ന് സ്ഥിരീകരണം. കളമശ്ശേരിയിൽ കണ്ടെത്തിയത് ലാമയുടെ മൃതദേഹം. DNA പരിശോധനാ ഫലം പുറത്തുവന്നു. കുവൈറ്റിൽ നിന്നും നാട് കടത്തപ്പെട്ട ആളാണ് ലാമ. കൂടുതൽ വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ്. അശ്വതി, സൂരജ് ലാമ തന്നെയാണ് മരിച്ചത്. കളമശ്ശേരിയിൽ കണ്ടത് സൂരജ് ലാമയുടെ മൃതദേഹം തന്നെയാണെന്ന് വ്യക്തമായിരിക്കുന്നു. DNA പരിശോധനാ ഫലവും വന്നു. DNA പരിശോധനാ ഫലം കാത്ത് ലാമയുടെ മകൻ സാൻഡൻ ലാമ കൊച്ചിയിൽ തന്നെ തുടരുകയായിരുന്നല്ലോ. ഇനിയിപ്പോൾ എപ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം സാൻഡൻ ലാമയ്ക്ക് കൈമാറുക? ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ഈ കേസ് ഉണ്ടായിരുന്നത്. ഈ സാൻഡൻ ലാമ നൽകിയ ഹെബിയസ് കോർപ്പസ് റിട്ടുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് സൂരജ് ലാമയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയത്. ഈ DNA പരിശോധനാ ഫലം പോലീസ് ഹൈക്കോടതിയിൽ മുദ്രവെച്ച കവറിലാണ് സമർപ്പിച്ചിട്ടുള്ളത്.
ഉച്ചയ്ക്ക് ശേഷവും ഈ കേസിന്റെ മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ സാൻഡൻ ലാമയ്ക്ക് ഈ സൂരജ് ലാമയുടെ അച്ഛന്റെ മൃതദേഹം വിട്ടുകൊടുക്കുന്നതുമായ നടപടിക്രമങ്ങൾക്ക് ഉള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവുക. ഒരുപക്ഷെ ഇന്ന് തന്നെ വിട്ടുകൊടുക്കാനുള്ള സാധ്യതയാണുള്ളത്. നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ആദ്യം തന്നെ സൂരജ് ലാമയാണ് എന്ന് ഏകദേശം ഉറപ്പായിരുന്നു. ഈ ഒരു DNA ടെസ്റ്റ്, ആ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തേക്ക് വരാനുള്ള ഒരു കാലതാമസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് വരുന്നതിന് വേണ്ടിയിട്ടാണ് സാൻഡൻ ലാമ ഇവിടെ തുടരുകയും ചെയ്തത്. എന്തായാലും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസ്. കൊച്ചിയിൽ ഈ കേസ് വന്ന ആദ്യഘട്ടം മുതൽ ഹൈക്കോടതി വലിയ രീതിയിൽ പോലീസിനെയും ഒപ്പം തന്നെ എയർപോർട്ട് അതോറിറ്റിയും ഒക്കെ തന്നെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു. ഈ പോലീസിന്റെയൊക്കെ ഒരു കെടുകാര്യസ്ഥത വെളിവാക്കുന്നതായിരുന്നു ഈ ഒരു കേസ് എന്ന് പറയുന്നത്, ഈ സൂരജ് ലാമയുടെ തിരോധാനം എന്ന് പറയുന്നത്. എന്തായാലും ഈ എല്ലാവരും അന്വേഷിച്ച് നടന്നിരുന്ന സ്ഥലത്തിന് തൊട്ടടുത്തു നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കിട്ടിയത് എന്നതും സാൻഡൻ ലാമ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കുറച്ചുകൂടി ഊർജിതമായ അന്വേഷണം വേണമായിരുന്നു എന്നും അദ്ദേഹം വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഈ കേസ് ഉണ്ടാകും, ഈ കേസ് പരിഗണിക്കും എന്നതാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ തന്നെയാണ് മൃതദേഹം എന്ന, സൂരജ് ലാമയുടേത് തന്നെയാണ് എന്ന ശാസ്ത്രീയ പരിശോധന സ്ഥിരീകരണവും കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മായ. ശരി, അശ്വതിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇറാൻ അമേരിക്ക ആണവ ചർച്ച മസ്കറ്റിൽ. ഒമാൻ ഉൾപ്പെടെ അറബ് രാജ്യങ്ങളുടെ നയതന്ത്ര നീക്കം നിർണായകമായി. അതിനിടെ ഇറാനിലുള്ള പൗരന്മാരോട് ഉടൻ രാജ്യം വിടാൻ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അമേരിക്ക. നിലവിലെ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമാണെന്നും ഏതു നിമിഷവും കാര്യങ്ങൾ കൈവിട്ടു പോകാമെന്നും അമേരിക്കയുടെ മുന്നറിയിപ്പുണ്ട്. ഇറാനിലെ വെർച്വൽ US എംബസി വഴിയാണ് അടിയന്തര ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. യുദ്ധഭീതി നിലനിൽക്കുന്നതിനിടെയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകൾ നടക്കുന്നത്. ആണവ കരാറുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ നീക്കാനും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനും ചർച്ചകൾ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ഖത്തർ, തുർക്കി, ഈജിപ്ത് എന്നിവരുടെ മധ്യസ്ഥതയിലാണ് ചർച്ച. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ യോഗത്തിലുണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. US ആവശ്യപ്പെടുന്നതുപോലെ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്നാണ് ഇറാന്റെ പക്ഷം. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്താനും ഇറാൻ ഒരുക്കമല്ല. ആണവ വിഷയത്തിന് പുറമെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, മേഖലയിലെ പ്രോക്സി സംഘടനകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ, ഇറാനിൽ നടക്കുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ എന്നിവയും ചർച്ചയിൽ ഉൾപ്പെടാമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനുമുള്ള ഇറാന്റെ തന്ത്രപരമായ നീക്കമായാണ് ചർച്ചയെ കാണുന്നത്. തുർക്കിയിൽ നടത്താനിരുന്ന ചർച്ച മസ്കറ്റിലേക്ക് മാറ്റണമെന്ന ഇറാന്റെ നിർദ്ദേശം അമേരിക്ക അംഗീകരിച്ചതോടെയാണ് ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയത്. ചർച്ചകൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളിൽ നിർണായകമാകും. ന്യൂസ് ഡെസ്ക് അമൃത TV. പ്രതിപക്ഷാംഗങ്ങളുടെ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭാ നടപടികൾ തടസ്സപ്പെടുത്തി പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ബജറ്റ് സമ്മേളനത്തിലെ 19 മണിക്കൂറും 13 മിനിറ്റും സഭ പാഴാക്കിയെന്ന് സ്പീക്കർ ഓം ബിർള വിമർശിച്ചു. സഭ ഇനി തിങ്കളാഴ്ച ചേരും. ഈ മാസം 13 വരെയാണ് സമ്മേളനത്തിന്റെ ആദ്യ സെഷൻ. मेरा हमेशा प्रयास रहता है सदन चले और प्रश्नकाल सभी मान्य सदस्यों का समय होता है. आज राज्यपाल जी का है, प्रियंका गांधी जी का भी है, अन्य सदस्यों का भी है. आप नियोजित तरीके से सदन नहीं चलाना चाहते. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. SIT രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്നതിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് S. ശ്രീകുമാറിനെ ED ചോദ്യം ചെയ്യുന്നത്. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ നേരത്തെ ED ചോദ്യം ചെയ്തിരുന്നു. ശബരിമലയിൽ നടന്നുവരുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ചാണ് EDയുടെ അന്വേഷണം. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കഴിഞ്ഞ 20 വർഷക്കാലമായി നടന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളാണ് ED ലക്ഷ്യം വെക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് തെളിവില്ലാത്ത രീതിയിൽ അവസാനിപ്പിക്കാൻ പോകുന്നതിന്റെ ഉത്കണ്ഠയിലാണ് കേരളത്തിലെ ജനങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതുവരെ ആയിട്ടും അന്വേഷണ സംഘം തൊണ്ടി മുതൽ ശേഖരിച്ചിട്ടില്ല. എല്ലാ CPM ക്രിമിനലുകൾക്കും മാനദണ്ഡങ്ങൾ പാലിക്കാതെ പരോൾ നൽകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കാസർകോട് പറഞ്ഞു. ശബരിമലയിലെ ഉൾപ്പെടെയുള്ള കൊള്ളകൾ പ്രതികൾ ഇപ്പോൾ കൂളായി സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നേടി പുറത്തിറക്കുന്ന അവസ്ഥ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. പുതുയുഗ യാത്ര എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു യുഗത്തിൻ്റെ അവസാനമായി.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്കെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അന്വേഷണം വഴിമുട്ടിയ നിലയിലാണ്. ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാത്തത് ഗുരുതര വീഴ്ചയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. സ്വർണവുമായി ബന്ധപ്പെട്ട് രാസപരിശോധനാ റിപ്പോർട്ട് നൽകാത്തത് മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടെയാണ്. കേസിൽപ്പെട്ട CPM നേതാക്കളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് എന്നും ചെന്നിത്തല വിമർശിച്ചു. പരിപൂർണമായി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഓരോ പ്രതികളും ഇപ്പോൾ ജാമ്യം തേടി പുറത്തു വന്നിരിക്കുകയാണ്. ഈ അന്വേഷണം തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ അന്വേഷണം നിഷ്പക്ഷമായി മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. പോകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ കാണുന്നത് 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായി ജാമ്യം കിട്ടും. റിസർവ് ബാങ്ക് പലിശ നിരക്കുകളിൽ മാറ്റമില്ല. ഡിസംബറിൽ പലിശ നിരക്ക് കുറച്ച റിസർവ് ബാങ്ക് ഇക്കുറി അടിസ്ഥാന പലിശ നിരക്കിൽ മാറ്റം വരുത്തിയില്ല. പോളിസി റിപ്പോ നിരക്ക് 5.25% മാറ്റമില്ലാതെ തുടരും. അടുത്ത 2 മാസത്തേക്ക് ഭവന, വാഹന, വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്കിലും മാറ്റമുണ്ടാവില്ല. ഫെബ്രുവരി 4 മുതൽ 6 വരെ നടന്ന RBIയുടെ 3 ദിവസത്തെ നയ അവലോകനത്തിലാണ് തീരുമാനം. പോളിസി റിപ്പോ നിരക്കിൽ മാറ്റമില്ലാതെ നിലനിർത്താനും നിഷ്പക്ഷ നിലപാട് തുടരാനും ധനനയ സമിതി തീരുമാനിച്ചതായി ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള 6-അംഗ ധനനയ സമിതിയുടെ തീരുമാനം ഏകകണ്ഠമായിട്ടായിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 190 രൂപ കുറഞ്ഞ് 13,965 രൂപയിലെത്തി. ഒരു പവൻ 22 ക്യാരറ്റ് സ്വർണ്ണവിലയിൽ 1,520 രൂപയുടെ കുറവാണ് ഉണ്ടായത്. ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില 1,11,720 രൂപയായി താഴ്ന്നു. ഭാരതീയ സംസ്കാരം തിരിച്ചറിയാതെ പോകുന്നത് പെറ്റമ്മയെ അറിയാതെ പോകുന്നതിന് തുല്യമാണെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. സംസ്കാരം നിലനിർത്താൻ യുവാക്കൾ മുന്നോട്ട് വരണമെന്നും അമ്മ ആഹ്വാനം ചെയ്തു. അമൃതപുരി ആശ്രമത്തിൽ യൂത്ത് ഫോർ നേഷൻ കേരള ലക്ഷദ്വീപ് ചാപ്റ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അമ്മ. സംസ്കാരത്തെ സ്നേഹിക്കുമ്പോഴാണ് മനുഷ്യൻ പൂർണ്ണതയിൽ എത്തുന്നതെന്നും യുവതലമുറ രാഷ്ട്ര നിർമ്മാണത്തിൽ സജീവ പങ്കാളികളാകണമെന്നും യൂത്ത് ഫോർ നേഷൻ കേരള ലക്ഷദ്വീപ് ചാപ്റ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. യുവാക്കളെ, കുഞ്ഞുങ്ങളെ മുന്നോട്ട് വരണം. തീർച്ചയായിട്ടും സംസ്കാരം മനസ്സിലാക്കുമ്പം ആ കാരുണ്യം രാജ്യത്തോടും ഉണ്ടാവും. പല പല വേഷങ്ങളിൽ, സംസ്കാര രീതിയിൽ, ആചാരങ്ങളിൽ ഒക്കെ ഉള്ളതാണ് ഭാരതം. ഒരു മഴവില്ല് പോലാണ് ഭാരതം. നമ്മളുടെ ഈ സംസ്കാരം നമ്മളെ പുനർജന്മമാണ് നമ്മളിൽ ജനിപ്പിക്കുന്നത്. നമ്മൾ ജനിച്ചു എന്ന് പറഞ്ഞാലും ഈ സംസ്കാരത്തെ സ്നേഹിക്കുമ്പോഴാണ് നമ്മളെല്ലാം പൂർണ്ണതയുണ്ടാകും. ഭാരത മക്കളെല്ലാം ഐക്യമായി ആ മഴ പോലെ നിന്ന് രാജ്യത്തെ സ്നേഹിക്കാനും സേവിക്കാനും കഴിയട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുണ്ട്. രാജ്യത്തെ സർവകലാശാല വിദ്യാർത്ഥികളിൽ രാഷ്ട്രം പ്രഥമം എന്ന ചിന്താഗതിയുണ്ടാക്കി രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിനായി യുവാക്കളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയേതര ദേശീയ മിഷനാണ് യൂത്ത് ഫോർ നേഷൻ. ചടങ്ങിൽ മുൻ നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. യൂത്ത് ഫോർ നേഷൻ സ്ഥാപക ദേശീയ ചെയർമാൻ പ്രൊഫസർ GS മൂർത്തി, ദേശീയ ചെയർമാൻ പ്രൊഫസർ DS ചൗഹാൻ, ദേശീയ പ്രസിഡന്റ് ലഫ്റ്റനന്റ് ജനറൽ VK ചതുർവേദി, മേജർ ജനറൽ P. വിവേകാനന്ദൻ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖരും സന്നിഹിതരായിരുന്നു. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ പ്രഭാഷണ പരമ്പരയും ചടങ്ങിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. അണ്ടർ-19 ലോകകപ്പിൽ തുടർച്ചയായ 6ാം കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ. ഇംഗ്ലണ്ടിനെതിരെ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ടീമിൽ മാറ്റമില്ലാതെയാണ് ഇന്ത്യ ഇറങ്ങിയത്. 1 വിക്കറ്റ് നഷ്ടത്തിൽ 33 റൺസ് എന്ന നിലയിലാണ്. വാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനലിലൂടെ. നമസ്കാരം.